ആദ്യം ലിസ് മാത്യുവിലേക്ക്. ലിസ്, 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഒരുതരം വിലാപത്തോടെയാണ് പടിയിറങ്ങിപ്പോയത്. അതിനിടയാക്കിയ പ്രക്ഷോഭങ്ങൾ, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അതെല്ലാം നാം വളരെ അടുത്ത് തന്നെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിനോട് രാജ്യം ദയവ് കാട്ടിയോ? അദ്ദേഹം തന്നെ പലപ്പോഴും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അദ്ദേഹത്തിന് ജാനുവരി 2014 നടത്തിയ പത്രസമ്മേളനത്തിനാണ് അദ്ദേഹം പരസ്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ലത് തന്നെ ചെയ്തു, എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ നിന്ന് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു, അതെല്ലാം വളരെ രാജ്യത്തിന് വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള മീഡിയയും മറ്റുള്ളവരും ഓപ്പോസിഷൻ പാർട്ടികളോ എന്നോട് നീതി പുലർത്തുന്നില്ല, പക്ഷെ ഹിസ്റ്ററി വിൽ ബി ഡൂയിങ് ജസ്റ്റിസ് ടു മീ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അദ്ദേഹം അന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്നു, അദ്ദേഹം അതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ പഞ്ചവടിയിൽ നടന്ന ഒരു ബുക്ക് റിലീസ് വെച്ച ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇത്രയേറെ ആരോപണങ്ങളും ഇത്രയേറെ ഇതും ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഒരു ലിസ്റ്റ് തന്നെ തന്നു അദ്ദേഹം. GDP ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത്, പിന്നെ ഇന്ത്യയുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തൽ, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ എന്റെ ലൈഫ് ടൈമിൽ എനിക്ക് ഇതിന് വേണ്ട അപ്രീസിയേഷൻ കിട്ടില്ലായിരിക്കാം, പക്ഷെ നിന്റെ ലൈഫ് ടൈമിൽ, എന്നോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ലൈഫ് ടൈമിൽ അത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന ഒരു സമയം വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങനെ ഒരു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയും അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റിയുമാണ്. ഒരിക്കലും ഒരു കൺഫ്രണ്ടേഷൻ, ഒരു അപ്രോച്ച് സ്വീകരിക്കാതെ വളരെ സൗമ്യമായി എല്ലാവരോടും പെരുമാറുന്ന അദ്ദേഹം. നമുക്കറിയാം, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ വെച്ച് അദ്ദേഹത്തെ വളരെ വളരെ ശക്തമായി അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതിനു മുമ്പ് LK അഡ്വാനിയും ഇല്ലെജിറ്റിമേറ്റ് സർക്കാർ ആണെന്ന് പോലും പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു വീക്കസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരം എല്ലാ ആരോപണങ്ങൾക്ക് മുമ്പിലും അദ്ദേഹം വളരെ സൗമ്യനായി ആണ് അതിനെ ഫേസ് ചെയ്തത്. അതേസമയം അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉള്ള, അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർ സിംഗിന്റെ പല സ്റ്റെപ്പുകളും നമ്മൾ കണ്ടതാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് US ന്യൂക്ലിയർ ഡീല്. ആ ന്യൂക്ലിയർ ഡീല് വന്നപ്പോൾ ലെഫ്റ്റ് പാർട്ടികൾ എത്രയോ ചർച്ചകൾ നടത്തിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയിട്ടും ലെഫ്റ്റ് പാർട്ടികൾ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അന്ന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ലെറ്റ് ദം വിഡ്രോ ദ സപ്പോർട്ട്, സോ ഇഫ് ദേ വോണ്ട് ടു വിഡ്രോ ദ സപ്പോർട്ട് സോ ബി ഇറ്റ്, എന്നാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മുമ്പേ സൂചിപ്പിച്ച അവസാനത്തെ പത്രസമ്മേളനത്തിൽ ഞാനാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത്, നിങ്ങളുടെ ഹയസ്റ്റ് പോയിന്റ് നിങ്ങളുടെ 10 വർഷത്തെ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സിംഗ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു, US ന്യൂക്ലിയർ ഡീലാണ്. അത് അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. പിന്നെ അന്ന് പോലെ എനിക്ക് പോലും തോന്നി ഇതാണോ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് തോന്നി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യക്കുള്ള ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ സ്റ്റേച്ചറിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, പൊക്രാൻ ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ ഇട്ടിരുന്ന ഒരു ന്യൂക്ലിയർ അപ്പോൾ ഉണ്ടായിരുന്ന അത് ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഓഫ്കോഴ്സ് ജസ്വന്ത് സിംഗ് സ്ട്രോപ്പ് ടാൽബോട്ട് ഡിസ്കഷനെ പറ്റി നമ്മൾ പറയാറുണ്ട്, അത് സഹായിച്ചു. അതിനുശേഷം ഇന്ത്യക്കെതിരെ എല്ലാ രാജ്യങ്ങളും എടുത്ത സാങ്ഷന്, അതിനെടുത്ത ഒരു നടപടികളെ അല്ലെങ്കിൽ അപ്രോച്ചിനെ കംപ്ലീറ്റ് മാറ്റിയ ഒരു കരാറായിരുന്നു ആണവ കരാർ. അത് ശരിയാണ്, അതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ മാറ്റാനായി ഇപ്പോഴത്തെ സർക്കാർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ വെക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നടപടികൾ ആ ന്യൂക്ലിയർ ഡീൽ എന്തുമാത്രം സഹായിച്ചെന്ന് ഇപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും ഇപ്പോൾ പറയും. ഇന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന് വീണ് കിട്ടി, അദ്ദേഹത്തിന് മരണശേഷം
അദ്ദേഹത്തിന് വേണ്ടി ഉള്ള ആദരാഞ്ജലികളിൽ എല്ലാം തന്നെ എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഇൻഡോ US ന്യൂക്ലിയർ ഡീല്. അത് എങ്ങനെ ഈവൻ ഗവൺമെന്റിലുള്ളവർ തന്നെ സമ്മതിച്ചു അത് എത്രമാത്രം ഇന്ത്യയെ സഹായിച്ചുവെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഹിസ്റ്ററി വിൽ ബി കൈൻഡ് ടു മീ എന്ന് പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞതുപോലെ എന്റെ ലൈഫ് ടൈമിലല്ല, നിന്റെ ലൈഫ് ടൈമിൽ ഇത് നീ കാണുമെന്ന് അദ്ദേഹം ഒരു പ്രവചനം പോലെ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് എത്ര ശരിയാണെന്ന് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട്സ് എല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയാണ്, നമ്മൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈവൻ ഓപ്പോസിഷൻ പാർട്ടികൾ ഒരിക്കലും അദ്ദേഹത്തിനോട് ഒരു തരത്തിലും they were not kind enough to him. അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകളെ രാജ്യത്തിന്റെ ഇക്കണോമിക് ലെവലിലാണ്, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമുക്കറിയാം UIDA ഒക്കെ അദ്ദേഹം എടുത്ത ഒരു ഇനിഷ്യേറ്റീവിന്റെ പുറത്താണ് അതെല്ലാം. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ, ഇപ്പോൾ ഉള്ള BJP ഗവൺമെന്റിന്റെ ഏറ്റവും അവര് അവകാശപ്പെടുന്ന ക്ലെയിം ഒരു കാര്യം ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഈ വെൽഫെയർ സ്കീമുകൾ അതിന്റെ ബെനിഫിഷ്യറീസിന്റെ അടുത്ത് നേരിട്ട് എത്തിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാന ഒരു ലോഞ്ച് പാഡ് എന്ന് പറയുന്നത് UIDA ആണ്, ആധാർ കാർഡാണ്. അതും അദ്ദേഹത്തിന്റെ കാലത്താണ് നടത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യ-ചൈന റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട്, ഇൻഡോ-പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട് കശ്മീരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലത്തിന് ശേഷം അദ്ദേഹം എടുത്ത എല്ലാ സ്റ്റെപ്പുകളെയും അതേ നിലയിൽ നിന്നുകൊണ്ട് അതിനെ മുന്നോട്ടെടുക്കുകയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ സിംഗ് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരം ആരും കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ശരി ലിസ്.